ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിനൊക്കെ ഞങ്ങൾ ക്രിസ്മസ് ഇവിടെ ആയിരുന്നു നമ്മൾ ആഘോഷിച്ചത്. പിന്നെ ന്യൂ ഇയർ വീട്ടിലായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു, പപ്പയുടെ അമ്മച്ചിയുടെ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അമ്മച്ചി ഓൾറെഡി സാധനങ്ങളെല്ലാം ഉണ്ടാക്കി, ഫുഡ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഒരുപാട് കറികൾ ഉണ്ടായിരുന്നു അമ്മച്ചി ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് അമ്മച്ചി കുറച്ച് കറികൾ തലേ ദിവസം റെഡിയാക്കി വെച്ചേച്ച്, പിന്നെ അതായിട്ട് വറ്റിച്ചൊക്കെ വെച്ചല്ലേ. അതിന് മീൻ ഉണ്ടായിരുന്നു, ഇറച്ചി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനും അമ്മച്ചി കൂടി ചെറിയ ചെറിയ രീതിയിൽ അമ്മച്ചിക്ക് ഞാൻ ഹെൽപ്പ് എന്തെങ്കിലും അരിയാനും പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ അമ്മച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു പപ്പയും അമ്മച്ചി. ഞങ്ങള് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചിട്ട് ന്യൂ ഇയർ അവിടെ വീട്ടില് നല്ല അത് പടക്കമൊക്കെ പൊട്ടിച്ച് പപ്പ കുറെ ഗുണ്ടും മാലപ്പടക്കം ഉണ്ടായില്ല, ഗുണ്ടും ഓലപ്പടക്കം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ച്. പിന്നെ ഞങ്ങൾ രാത്രി പള്ളിയിലൊക്കെ പോയായിരുന്നു ന്യൂ ഇയറിന്. പിന്നെ ഒരു വെറൈറ്റി കേക്കായിരുന്നു അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ ഞങ്ങളുടെ മോൻ യൂറോപ്പിൽ നിന്ന് കേക്കൊക്കെ കഴിച്ചത് നല്ല റമ്മക്കിട്ട കേക്കായിരുന്നു, നല്ല അടിപൊളി കേക്കായിരുന്നു. നമ്മൾ ഇതുവരെയും കഴിക്കാത്ത ഒരു വെറൈറ്റി കേക്ക് തന്നെ പറയാം. ഓ എന്തോരം കാക്കേനോട് റോണോക്കിന് തീരെ ഇഷ്ടമില്ലാത്ത ആളുകൾ കാക്ക. അപ്പൊ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ടെറസിന്റെ പൊക്കത്തുണ്ടായിരുന്നു ബിനീഷ. ഇവിടെ ബിനീഷ് കുറെ കൃഷികൾ പുതിയതായിട്ട് നട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ബിനീഷയുടെ അതായത് ഗ്രോ ബാഗ് വെക്കണ കാര്യം ഞാൻ എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിനി വ്ളോഗ് ചെയ്യണേൽ. അപ്പം അതിനകത്ത് എല്ലാം വെച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് അല്ലേ അച്ഛക്ക് അത്ര ഒന്നും ഉഷാറായിട്ടില്ല ഈ പ്രാവശ്യത്തെ തൈ വാങ്ങിയത്. എന്താണെന്നറിയില്ല, അവിടുന്ന് കൊണ്ടുവന്നപ്പോഴേ ഒരു ആരോഗ്യക്കുറവായിരുന്നു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വെച്ച് ആരോഗ്യക്കുറവ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നണത് വിത്ത് പാകിയപ്പോൾ നല്ലോണം കിട്ടുന്നുണ്ട്. അവിടുന്ന് മുളയായിട്ട് കൊണ്ടുവന്നതിലാണ് പ്രശ്നം. അതെ, അതായത് നമ്മള് വിത്ത് നടുമ്പോ അത് നല്ലപോലെ നല്ല അന്താളിച്ച് വളരണുണ്ട്. താഴെ നട്ടേക്കണത് നല്ല സൂപ്പറായിട്ട് വളരുന്നുണ്ട്. പക്ഷെ നമ്മൾ തൈ വാങ്ങിയേക്കണത് അത്ര സുഖകരമല്ല. അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചെന്നാലും ഇതിനകത്ത് ഉണ്ടാവുമല്ലോ അച്ചിങ്ങ. അപ്പം അതിൽ നിന്ന് നമുക്ക് വിത്തെടുത്ത് വെച്ചിട്ട് അടുത്ത ട്രിപ്പ് അങ്ങനെ നടാന്ന് വിചാരിച്ചു. തൈ വാങ്ങണ്ട, പിന്നെ ഇവിടെ എല്ലാത്തിലും ചീര വെച്ചിട്ടുണ്ട്. ഈ അച്ചിങ്ങയോടൊപ്പം എന്തോരം ചീര, കുറെ ചീര ഇന്നലെ കൊടുത്തില്ല. ഒരു കുന്നാണ് കൊടുത്തത്. അതായത് ഇവിടെ കണ്ടത് ചീര നോക്കി പെട്ടെന്ന് രണ്ടാഴ്ച ഇത് 2 ആഴ്ച വലിപ്പമായിട്ടുള്ളൂ. 2.5 ആഴ്ച 3 ആഴ്ച ആയിട്ടില്ല എന്തായാലും, അത്ര ആയിട്ടുള്ളൂ. ഈ അച്ചിങ്ങയൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ ചീര വിത്ത് പാകിയത്. പച്ചമുളക് ഉണ്ട് അതിനൊപ്പം തന്നെ. ഇതിനകത്തായിരുന്നു ചീര വിത്ത് ഞാൻ മൊത്തം പാകിയിരുന്നു വെച്ചത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഉണ്ടായതെല്ലാം എടുത്ത് ട്രീ സ്റ്റേജിൽ കൊടുത്ത് പിന്നെ ഒരു 2-3 ഞാൻ ഇതിനകത്ത് വെച്ച്. കാരണം ഈ മുളക് കണ്ട മഞ്ഞച്ചും മഞ്ഞി, പിന്നെ അധികം വലിയ ഗ്രോത്ത് ഇല്ല. അതായത് അതിന്റെ ഒക്കെ ഒപ്പം വെച്ചതാണ്. പക്ഷെ ഇതൊക്കെ നല്ല രീതിയിൽ പച്ചമുളകൊക്കെ നല്ല രീതിയിൽ, പക്ഷെ അവന് മാത്രം അതായത് ഇതിനകത്ത് വിത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതിന്റെ വളം ഇതിനധികം കിട്ടാനുള്ള ചീര വലിച്ചെടുത്ത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും മാറ്റിയിട്ട് വെച്ചിട്ട് കൊടുത്തു. ഇനി എനിക്ക് ഗ്രോ ബാഗ് കുറച്ചുകൂടി ഇച്ചായി വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് കുറെ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ചീരകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനൊക്കെ മുട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. പിന്നെ അതുപോലെ തക്കാളി കണ്ടില്ല ഗൈസ്, തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതെ, തക്കാളിയിലൊക്കെ പൂവൊക്കെ ഇട്ട് തുടങ്ങി. എവിടെയോ ഒരു തക്കാളി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈ അച്ചിങ്ങയൊക്കെ നല്ല സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ചീര നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇവിടെ വെച്ച 1-2 എണ്ണത്തിനാണ് അച്ചിങ്ങക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ ബിനീഷ് മഞ്ഞ കളറായിട്ട് എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും വെട്ടിയൊക്കെ കൊടുക്കണം. ഇനിയിപ്പോ ഇതിനൊന്ന് മാറ്റിയിട്ട് കണ്ടതേ ഇതിനകത്തൊക്കെ കൊഴിഞ്ഞു പോണ്, കണ്ടില്ലേ? കൊഴിഞ്ഞു പോണ്, പിടിക്കണില്ല. അപ്പൊ അതെന്താന്നറിയില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ മാത്രമല്ല വെച്ചേക്കണത് കേട്ടോ ഗൈസ്. താഴെയും ബിനീഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ ചീരയും, അതേപോലെ തന്നെ കുറെ അച്ചിങ്ങയും കാര്യങ്ങളൊക്കെ ബിനീഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ടെറസിന്റെ പക്കത്ത് നിന്ന് കാണിച്ചു കേട്ടോ. അവിടെ നമ്മളുണ്ട് കളങ്കളം പോലെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയും കെട്ടാനുണ്ട്. ഇതില്ലേ നോക്കിയ ആ ഏരിയ മൊത്തം ബിനീഷ ആ അച്ചിങ്ങ എല്ലാം നല്ലോണം വളർന്നുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് കുറച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അതും അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൃഷി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കർഷക ഫ്രീ അവാർഡ് വാങ്ങിയിട്ടേ പോകുള്ളൂ. കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതെ വേറൊന്നുമല്ല. കഴിഞ്ഞ ന്യൂ ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ബിനീഷ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ബിനീഷ വെച്ച് ചെയ്ത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം മണ്ണിന്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് ബിനീഷ
ഹോസ്പിറ്റലായത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ബിനീഷിനെ അങ്ങനെ വേറെ പരിപാടിയും ചെയ്യില്ല. അത് ഇപ്രാവശ്യം ഗ്ലൗസ് അതുപോലെ തന്നെ കുറച്ച് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ പരിപാടി. അതെ, അപ്പൊ കൈയൊന്നും ഇട്ട് ഇതാക്കരുതെന്ന് പറയും. പക്ഷെ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കൈയിട്ടൊരാക്കിയതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്ന്. ഞാൻ ഇച്ചാരോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എനിക്ക് അപ്പൊ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് മണ്ണ് മാന്തിയത് കൊണ്ടാണ് എനിക്ക് ചെറിയൊരു അത് എത്ര പറഞ്ഞാലും കേൾക്കൂല. ഈ ഗ്ലൗസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വെള്ളം ഒഴിക്കാൻ വരുമ്പോഴേക്കും ചിലപ്പോ ഒരു ചെടി ചിലപ്പോ ഇങ്ങനെ മറിഞ്ഞ് കിടക്കും. അപ്പൊ പിന്നെ ഗ്ലൗസ് എടുക്കാൻ നിൽക്കൂല, വേദന കൈ കൊണ്ട് തന്നെ മണ്ണൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ചെയ്യാണ്ടിരുന്ന ഹോസ്പിറ്റലിൽ കയറി അറിയാലോ. അതെ, ഹോസ്പിറ്റലാവും. എനിക്കിത് തക്കാളിയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ, വേറെ ഒന്നും കൊണ്ടല്ല. തക്കാളി ഞാൻ വാങ്ങിയത് വെറുതെ ചുമ്മാ വാങ്ങിയാണ്. ഭംഗിക്ക് പിടിക്കോന്നാവോ തക്കാളിയൊക്കെ ഗ്രോ ബാഗിൽ വെക്കുമ്പോ എങ്ങനെയാന്ന് അറിയില്ലല്ലോ. വളഞ്ഞു കുത്തിയൊക്കെ പോകും. പിന്നെ ഇവിടെ മരത്തിന്റെ കമ്പൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്, ഏത് കുത്തി നിർത്തണമല്ലോ. അതുകൊണ്ട് ഞാൻ നമുക്ക് 4 എണ്ണം വാങ്ങിച്ചായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടെണ്ണം വെച്ച് രണ്ടെണ്ണം. പക്ഷെ എനിക്ക് ചിക്കനയിലും കൂടുതൽ കാര്യം എനിക്ക് എന്റെ തക്കാളിയാണ്. എനിക്ക് തക്കാളി പെട്ടെന്നാണ് ഇതൊരു ഞാൻ പറഞ്ഞില്ലേ 1 മാസം ആയിട്ടില്ല വെച്ചിട്ട്. ന്യൂ ഇയറിന് മുമ്പ് ഒരാഴ്ച മുമ്പാണ് കൈസ് വെച്ചത്. അപ്പത്തേക്കും പിന്നെ ഞാനിങ്ങോട്ട് വലുതായിട്ടൊന്നും നോക്കാറില്ല. കാര്യം എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യം. അത്ഭുതപ്പെട്ടു പോയില്ലേ മേളിലോട്ട് കയറാൻ. മേളിലോട്ട് കയറാനല്ല ഞാൻ കയറുള്ളൂ. അപ്പോഴത്തേക്ക് 2 ദിവസത്തേക്ക് ഇങ്ങനെ വലുതാവുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അല്ലേ കൃഷി ചെയ്ത് ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. പച്ചമുളകായിരുന്നു പക്ഷെ മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം, കാരണം പച്ചമുളക് കുറേ വേണ്ടി വരും നമുക്ക് കറിയിലിടാനും കാര്യം. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങളൊരു ഫാഷൻ ഫ്രൂട്ട് മേടിക്കുന്നുണ്ട്. ഫാഷൻ ഫ്രൂട്ട് മേടിച്ച് അതിന് കുറച്ചിങ്ങനെ പടർത്താന്നുള്ളൊരു പരിപാടിയുണ്ട്. അതാകുമ്പോൾ ഇങ്ങനെ കിടന്നോളും. ഇവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് കുറേ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ നിന്നൊക്കെ മാന്തി എടുത്ത് എന്ന് വെച്ചാൽ മാന്തന്റെ കാര്യമില്ല. അതേ കണ്ട ഓൾറെഡി കണ്ട അതേ ഇങ്ങനെ കാണിക്കുമ്പോ ഈ സാധനം പോരുണ്ട്. അപ്പൊ ഇത് ക്ലീൻ ആകുകയും ചെയ്യും. അത് ക്ലീൻ ആക്കിയിട്ട് ഇവിടെ ഫാഷൻ ഫ്രൂട്ട് വെക്കാന്നുള്ളൊരു പരിപാടിയിലാണ്. പിന്നെ അതുമല്ല നമുക്കിപ്പോൾ 1 കൊല്ലം ആയും 11 മാസവും ഇവിടെ. അപ്പം പുതുക്കണ കാര്യം ഷൈച്ചനോടുണ്ടായി. അപ്പൊ ഷൈച്ചനെ പുതുക്കാൻ വേണ്ടി നിൽക്കണാണ്. അതുകൊണ്ട് അപ്പൊ അതും നമ്മൾ പുതുക്കണം. കാര്യം ഇല്ലെങ്കിൽ നമ്മൾ പുതുക്കാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. പുതുക്കണം എന്ന് പറഞ്ഞപ്പോ പിന്നെ ഇനി എന്തായാലും ഫാഷൻ ഫ്രൂട്ടിന്റെ തൈയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്യാനുള്ള പരിപാടിയാണ്. കിണറിന്റെ സൈഡ് അവിടെ അത് മാത്രമല്ല അപ്പൊ ഈ ഭാഗമൊക്കെ നല്ലോണം ക്ലീൻ ആയി കിടക്കുകയും ചെയ്യും. നമ്മൾ ഇടക്കിടക്ക് പെരുമാറുന്നുണ്ട്. മറ്റേ നമ്മളൊന്നും ചെയ്യാത്ത കാരണം അത്ര ക്ലീൻ ആയിരിക്കില്ല. മഴ പെയ്താൽ ഉണങ്ങി കിടക്കണേണ്. പക്ഷെ ഈ സാധനം നല്ല വളമാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. ഇത് നല്ല വളമാണ്. ഞാൻ ഇട്ട് കൊടുത്തതേ കണ്ടാ ഇതിനകത്ത് തക്കാളിയിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തത്. നല്ല ഗ്രോത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. അത് കുഞ്ഞായിട്ട് വെക്കണേത് പെട്ടെന്ന് തക്കാളിയിലിട്ടപ്പോ കണ്ട നല്ല ഗ്രോത്ത് അല്ലേ വന്നത്. തക്കാളിയിലും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. അപ്പൊ ഇതും പ്രത്യേകിച്ച് നല്ല വളമുണ്ട് ഗൈസ്. അതെ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾക്ക് മീൻ മേടിക്കാൻ പോണം, മീൻ വാങ്ങാൻ പോണം. ഇനി താഴത്തത് വേണമെങ്കിൽ താഴത്തത് കൃഷി കാണിക്കാം. അവിടെ വേറെ ഒന്നുമല്ല, അവിടെ ഹൈബ്രിഡ് ഇത് വെച്ചിട്ടുണ്ട്. നമ്മള് പപ്പായ വെച്ചിട്ടുണ്ട്, റെഡ് ലേഡി അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ അച്ചിങ്ങം വെച്ചിട്ടുണ്ട്. വിനീഷ തകർക്കണയാണ് മൊത്തത്തിൽ. അതിന്റെ അരികത്തൊരു പപ്പായ നിപ്പുണ്ട്, അത് തനിയെ മുളച്ച് വന്നതാണ്. അപ്പൊ അതിനൊന്ന് പയ്യൊന്ന് പറിച്ചെടുക്കണമെന്നുണ്ട്, കാരണം അവിടെ പൈപ്പ് പോയിട്ടുണ്ട്. അപ്പൊ ഇച്ചായനോട് ഞാൻ പറഞ്ഞതൊന്ന് മാറ്റി പപ്പായനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റണം അവിടെ നിന്ന്. മാറ്റാം. പിന്നെ അച്ചിങ്ങയും ഇതൊന്നും അധികം വേര ആവൂലല്ല, അത് പറിച്ചെടുക്കുമ്പോ തന്നെ അത് പോകും. ചീരേനൊക്കെ വെറുതെ വേരോടെ പറിച്ചെടുക്കാനുള്ള അധികം വേര് വേണ്ടല്ല. പിന്നെ അതുപോലെ നമ്മുടെ മേരിയമ്മയുടെ പപ്പായ പഴുത്തണ്ട. ഇതിപ്പോ ഞങ്ങളാണ് ഓൾറെഡി ഈ പപ്പായൊക്കെ പറിച്ച് തിന്നാറ്. ഇതേടിൽ ഇപ്പൊ എല്ലാം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുത്തിയെടുക്കണ്ട, പിന്നെ എടുക്കണ്ട, എല്ലാം മൂത്ത് തുടങ്ങി പഴുത്ത് നടന്നില്ല. അവിടെയൊക്കെ പഴുത്തിരിക്കുന്നുണ്ടാക. മേരിയമ്മ ഇതൊന്നും പറിക്കില്ല, തിന്നില്ല. എന്നാ അത്യാവശ്യം ഭയങ്കര മധുരം. താഴെയുള്ള പപ്പായ അവിടെ ഇട്ടേക്കണോട്ടാ, അതെന്താ അങ്ങോട്ട് കൈ എത്തിച്ച് പൊട്ടിക്കാല്ല. ഇതൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. പറഞ്ഞാലും മേരിയമ്മ ഇന്ന് ഇവിടെ ഇല്ല, കാണാനില്ല. മേരിയമ്മ കംപ്ലീറ്റ് ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തു. നല്ല പണിയാട്ടോ മേരിയമ്മ. അവിടെ വരെ എത്തിയിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് ബാക്കി കുറച്ച് ആളെല്ലാ ദിവസവും ഓരോ ഇച്ചിരി ഒക്കെ ചെയ്യും. മര്യാദക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചാണ്, ഞാൻ ചീരയുടെ വിത്ത് പാകിയിട്ടുണ്ട്, തരട്ടേന്ന് വെച്ചപ്പോ എനിക്ക് വൈക്ക് വയ്യടിയേന്ന് പറഞ്ഞു. അത് ഞാൻ ട്രീ സ്റ്റേജ് കൊടുത്തപ്പം ട്രീ സ്റ്റേജിക്ക് അവിടെ മേരിയമ്മേനെ എല്ലാം നട്ടൊക്കെ കൊടുത്തത്. അപ്പൊ മേരിയമ്മ അതായിട്ട് ഒരു കള്ളച്ചിരിയോടെ ഗേറ്റിന്റെ വന്നിട്ട് വൈകുന്നേരം എടിയേ അതെ ഇച്ചിരി ചീര വിത്തുണ്ടാ. ഞാൻ പറഞ്ഞ ചീരയൊക്കെ ഞാനെല്ലാം ട്രീ സ്റ്റേജ് കൊടുത്തില്ലേ എന്ന് പറഞ്ഞു.
അയ്യോ ഞാൻ പിന്നെ മര്യാദ ഞാൻ ചോദിച്ചില്ലേ അപ്പൊ എന്താ വേണ്ടെന്ന് പറഞ്ഞല്ലേ ചിരിച്ചോണ്ട് പോകണം. ഒരു വളിക്ക് ചിരിയൊക്കെ ഉണ്ട് മേരിയമ്മ, രസമുണ്ട് മേരിയമ്മയുടെ ചിരിയൊക്കെ കാണാൻ. ഇനി അടുത്തത് ഞാൻ പാകണുണ്ട്, കാരണം ഇത് വലുതായി നമ്മൾ എടുക്കാറാണക്കാലം മുമ്പ് നമ്മൾ കുറച്ചുകൂടെ അടുത്തത് പാകും. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ ചീര ഉണ്ടാവും, നമുക്ക് കറി വെക്കാൻ. അപ്പൊ അതിൽ നിന്ന് ഞാൻ കൊടുക്കാന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ ഈ ന്യൂ ഇയർ വിശേഷവും നമ്മുടെ വീട്ടിൽ ചെറിയ വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ. നമ്മൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് എന്തായാലും വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് കണ്ടിട്ട് എല്ലാവരും വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഷോർട്ട് വീഡിയോസ് കുറേ ഇടുന്നുണ്ട്, ഷോർട്ട് വീഡിയോസും കൂടി എല്ലാവരും കാണുക കേട്ടോ, വ്ളോഗ് കാണുന്നവർ. അപ്പോൾ എന്തായാലും ഓക്കെ, ഇത് ഫ്ലൈറ്റ് കൊടുക്കാൻ ഫ്ലൈറ്റ് അല്ല ഹെലികോപ്റ്റർ അതാ അതാ അപ്പോഴത്തേനും തിന്നിട്ടില്ല.